സോ നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ഹൈസൻബർഗ് പിക്ചർ ഉപയോഗിച്ച് സോൾവ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്ന ഇതാണ്. നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഹൈസൻബർഗ് പിക്ചറിൽ നമ്മൾ ആദ്യം ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് 1/2m ഇൻറ്റു ദിസ് പി ഓഫ് ടി സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് ഓഫ് ടി സ്ക്വയർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ 1 അനുസരിച്ച് നമ്മൾ എഴുതിയിരുന്നത്. ഇതിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്ത് ഈ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയാണെന്ന് കിട്ടി. ദിസ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/2m ഇൻറ്റു P0 സ്ക്വയർ 1/2m ഇൻറ്റു P0 സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു x0 സ്ക്വയർ ആണ് നമുക്ക് കിട്ടി. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 13. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി അറിയാം പി ഓഫ് ടിയും എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഹൈസൻബർഗ് പിക്ചറിലുള്ള ടൈം ഡിപ്പെൻഡൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ ആ രീതിയിൽ എഴുതിയ ഹാമിൽട്ടോണിയനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് P0 ആൻഡ് x0 വേർ ദിസ് P0 ആൻഡ് x0 എന്ന് പറയുന്നത് t ഈക്വൽ ടു 0യിലുള്ള പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സാണ്. ഇതിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞത് ഇതാണ്, ഈ ഹാമിൽട്ടോണിയനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. എന്നിട്ട് ആ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്തുകൊണ്ട് ആ ഡയഗണൽ എലമെൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അതിൻ്റെ എനർജി ഐഗൺ വാല്യൂസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ ഇവിടെ ഈ P0 ആൻഡ് x0 എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് ശരിക്കും ദേ ആർ ഹൈസൻബർഗ് ഓപ്പറേറ്റേഴ്സ് ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ ഇറ്റ് സെൽഫ്. കാരണം നമ്മൾ ഹൈസൻബർഗ് പിക്ചർ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, t ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടൈമിൽ ദീസ് ഓപ്പറേറ്റേഴ്സ് ഇൻ ഹൈസൻബർഗ് പിക്ചർ ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ. ഓക്കെ, അതായത് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ സൈ എച്ച് ഓഫ് ടി എന്ന് പറയുന്ന എ എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹൈസൻബർഗ് പിക്ചറിലുള്ള ഓപ്പറേറ്ററാണ്. അതേസമയം നമ്മൾ എ എസ് എന്നെടുത്തത് ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചറാണ്. അപ്പോൾ വെൻ ടി ഈക്വൽ ടു 0 ദി ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചറാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം, P0 ആൻഡ് x0 ആർ ദി ഹൈസൻബർഗ് ഓപ്പറേറ്റേഴ്സ് ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ നമുക്കിതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ നമുക്കറിയാം ഓപ്പറേറ്റേഴ്സ് ഒക്കെ സ്ക്വയർ മെട്രിക്സ് ആണ്. ഇപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആയിരിക്കും. അപ്പോൾ ഞാൻ HN പ്രൈം കോമ n എന്ന് ഡിനോട്ട് ചെയ്യുന്നു. വേറെ n പ്രൈം റെപ്രസെൻറ്റ്സ് ദ റോ എലമെൻറ്റ്സ് ആൻഡ് n റെപ്രസെൻറ്റ്സ് ദ കോളം എലമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു 1/2m ഇൻറ്റു P0 സ്ക്വയർ. അപ്പോൾ P0 എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്, അതുകൊണ്ട് അതും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. സോ ദിസ് ഈസ് P0 സ്ക്വയർ n പ്രൈം കോമ n പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു x0 സ്ക്വയർ where this x0 is again a square matrix, row element n prime column element n. Now let this be equation number 14. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിതിനെ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് x0 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പൊസിഷൻ ഓപ്പറേറ്ററാണ്. P0 ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററാണ് എടുക്കുന്നത്. സോ ദിസ് ഇസ് -IH ബാർ d/dx ആണ് മൊമെൻറ്റം ഓപ്പറേറ്റർ. അപ്പോൾ നമ്മളിനി ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ P0 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദിസ് P0 സ്ക്വയർ n പ്രൈം n എന്താണ് എന്ന് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. അതിനായിട്ട് P0 സ്ക്വയർ n പ്രൈം n ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു P0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൊമെൻറ്റം ഓപ്പറേറ്റർ ഓർ ദ ഹൈസൻബർഗ് ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഷ്രോഡിഞ്ചർ ഫോർമാലിസത്തിലേക്ക് നമുക്ക് എഴുതി കഴിഞ്ഞാൽ P0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീൻസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് P0 സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ ബ്രാക്കറ്റാണ് ഇട്ടിരിക്കുന്നത് പോലും ഇവിടെ ഉദ്ദേശിക്കുന്നത് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് P0 സ്ക്വയർ. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് P0 സ്ക്വയർ നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചറിൽ കാണുന്നുണ്ടെങ്കിൽ ഇതെന്താണ്, നമുക്ക് ഷ്രോഡിഞ്ചർ പിക്ചറിലെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാം n ഓഫ് c ആണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ. സോ n ഓഫ് c P0 സ്ക്വയർ
psi n of c ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്കിതിനെ ഇൻ്റഗ്രൽ -∞ ടു +∞. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് P02 n പ്രൈം കോമ n എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു n പ്രൈം റെപ്രസെൻറ്റ്സ് റോ ആൻഡ് n റെപ്രസെൻറ്റ്സ് കോളം. അപ്പോൾ ഇതൊരു ബ്രാ വെക്ടറാണ്. ബ്രാ വെക്ടർ ഈസ് എ റോ വെക്ടർ ആൻഡ് കെറ്റ് വെക്ടർ ഈസ് എ കോളം വെക്ടർ. സോ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എന്നിന് പകരം ഈ സൈ എന്നിലെ എന്നിന് നമ്മൾ n പ്രൈം എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് n പ്രൈം. ഇവിടെ കെറ്റ് വെക്ടറിൽ അത് n ആണ്. സോ ദിസ് ഈസ് സൈ n പ്രൈം c സ്റ്റാർ ഇൻറ്റു P02. P02 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -IH ബാർ d/dx ഹോൾ സ്ക്വയർ ആണ്. ദെൻ സൈ n ഓഫ് c ഓക്കെ, സൈ n ഓഫ് c dc വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷെ നമുക്ക് ഈ പറഞ്ഞ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് -IH ബാർ d/dx. അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതിനെയും സിയുടെ ടേംസിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ ഫോർമുല നമുക്കറിയാം. സൈ ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് ആണ്. അതേപോലെ സ്ട്രോഡിഞ്ചർ പിക്ചർ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞാണ് d²/dx² എന്ന് പറയുന്നത് α² ഇൻറ്റു d²/dψ² ആണ്. ഈ ഒരു കൺവേർഷൻ ഫോർമുല നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -IH ബാർ ഹോൾ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുക. മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് I² മൈനസ്. സോ ദിസ് ഈസ് -H ബാർ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു +∞. ദിസ് ഈസ് സൈ n പ്രൈം ഓഫ് സൈ സ്റ്റാർ ഇൻറ്റു d²/dx² ഓഫ് ദിസ് സൈ n ഓഫ് c dc എന്ന് വരും. d²/dx² വരെ α² ഇൻറ്റു d²/dψ² കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് -H ബാർ സ്ക്വയർ α² ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു +∞. ദിസ് സൈ n പ്രൈം. ഇവിടെ നമുക്കറിയാം ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ വേറെ കോംപ്ലക്സ് ടേം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് സൈ n സ്റ്റാർ എടുക്കുന്നതും സൈ n എടുക്കുന്നതും ഒന്ന് തന്നെയാണ്. സോ ഞാൻ ആ സ്റ്റാർ റിമൂവ് ചെയ്തിട്ട് സിംപ്ലി സൈ n പ്രൈം സി എന്ന് എഴുതുന്നു. ദിസ് ഇസ് d²/dc² ഇൻറ്റു ദിസ് സൈ n ഓഫ് സി dc എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നൗ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ P02 n പ്രൈം കോമ n എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ സൈ n ഓഫ് സി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. സൈ n ഓഫ് സി ഈസ് a e⁻² ഇൻറ്റു hn ഓഫ് സി ആണ്. ഞാൻ ഈ എ എന്ന് പറയുന്നത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്തപ്പോൾ കിട്ടിയ സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ /2n n⁵ ഉണ്ടല്ലോ, അതിനെ മൊത്തത്തിൽ ഞാനൊരു കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എ എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. ഇനി അതേപോലെ നമുക്കിവിടെ d² സൈ /dc² പ്ലസ് λ - c² ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 ആണ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ d² സൈ /dc² എന്ന് പറയുന്നതിനെ എനിക്ക് ഈ λ - c² സൈ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്കിനെ c² മൈനസ് λ ഇൻറ്റു സൈ എന്ന് എഴുതാം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു c² മൈനസ് λ എന്ന് പറയുന്നത് എന്തായിരുന്നു? λ ഈസ് 2n + 1 ആണ്. നമ്മൾ λ - 1നെയാണ് 2n എന്ന് കൊടുത്തത്. സോ λ ഈസ് 2n + 1. സോ ദിസ് ഈസ് c² മൈനസ് 2n + 1 ഇൻറ്റു സൈ ആണെന്ന് പറയും. നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ എഴുതിയ നമ്മുടെ P02. ഓക്കെ, സോ ദിസ് P02 n പ്രൈം എന്നിനെ നമ്മൾ എഴുതിയിരുന്ന എക്സ്പ്രഷൻ ഇതായിരുന്നു -H ബാർ സ്ക്വയർ α² ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു +∞. സൈ n പ്രൈം ഓഫ് സി ഇൻറ്റു d²/dc² ഓഫ് സൈ n ഓഫ് സിക്ക് പകരം നമുക്കിപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? ഈ കിട്ടിയ എക്സ്പ്രഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് c² മൈനസ് 2n + 1 ഇൻറ്റു സൈ n ഓഫ് സി dc എന്ന് വരും. ഓർ ഇവിടെ നിന്ന് നമുക്ക് 1/2m ഇൻറ്റു P02 n പ്രൈം n എന്ന് പറയുന്നത് -H ബാർ സ്ക്വയർ α² /2m
ഇൻറ്റു നമുക്കിതിനെ രണ്ട് ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ എൻ പ്രൈം ഓഫ് സി ഓക്കെ, അതായത് സൈ എൻ പ്രൈം ഓഫ് സി ഇൻറ്റു ഓക്കെ സി സ്ക്വയർ ഇൻറ്റു സൈ എൻ ഓഫ് സി ഡി സി, അതുപോലെ മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ എൻ പ്രൈം ഓഫ് സി സൈ എൻ ഓഫ് സി ഡി സി, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1/2m ഇൻറ്റു പി സീറോ സ്ക്വയർ എൻ പ്രൈം എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു, ഞാൻ ഈ മൈനസിനെ കൂടി അകത്തേക്കിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ടേം 2n പ്ലസ് 1 മൈനസ് ടേം പ്ലസ് ആവും, ദാറ്റ് ഇസ് 2n പ്ലസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഓക്കെ, ഞാനിതിനെ നെക്സ്റ്റ് പേജിലേക്ക് എഴുതാം. ഓക്കെ ഓക്കെ ഞാനത് ഇവിടെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 1/2m ഇൻറ്റു പി സീറോ സ്ക്വയർ എൻ പ്രൈം എൻ ഈസ് ഈക്വൽ ടു എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു 2n പ്ലസ് 1 മൈനസിനകത്തേക്ക് എടുത്തതുകൊണ്ടാണ് ഈ ടേം ആദ്യം വരിക, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ എൻ പ്രൈം ഓഫ് സി സൈ എൻ ഓഫ് സി ഡി സി മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ എൻ പ്രൈം ഓഫ് സി സി സ്ക്വയർ സൈ എൻ ഓഫ് സി ഡി സി എന്ന് വരും. ഓക്കെ, ഇതെന്താണ് സംഭവം? ഇതൊരു ഓർത്തോ നോർമലൈസേഷൻ കണ്ടീഷനാണ്. സൈ എൻ ഓഫ് സി എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ സൈ എൻ പ്രൈം ഓഫ് സി സൈ എൻ ഓഫ് സി ഡി സി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഡെൽ എൻ പ്രൈം എൻ ആണ്. അതായത് വെൻ എൻ പ്രൈം ഈക്വൽ ടു എൻ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 ആവും. അതല്ലാത്ത സമയത്ത് ആ ഇൻ്റഗ്രൽ എന്തായി പോവും? ദിസ് വിൽ ബി 0. നൗ നമ്മൾ ഈ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ സി എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മളിങ്ങനെയായിരുന്നു സി ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് എന്നല്ല കൊടുത്തേ. അപ്പോൾ നമുക്ക് സി സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിതിനെ ഈ പറഞ്ഞ ആൽഫയുടെ ടേംസിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെ ഈ ടേമിനെ എനിക്ക് ആൽഫ സ്ക്വയർ ഇൻറ്റു ഇവിടെ നിന്ന് സി സിക്കൽ ടു ആൽഫ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ആൽഫ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ദിസ് ഈസ് ആൽഫ സ്ക്വയർ ഇൻറ്റു പിന്നെ ബാക്കി വരുന്ന എന്താണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഞാനിതിനെ എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സൈ എൻ പ്രൈം ഓഫ് എക്സ് ഇൻറ്റു ഇവിടെ എന്താവും എക്സ് സ്ക്വയർ ആവും. ദെൻ ഇവിടെ സൈ എൻ ഓഫ് എക്സ് ദിസ് വിൽ ബി ഡി എക്സ്. അപ്പോൾ നമുക്കിതിനെ ആൽഫ സ്ക്വയർ ഇൻറ്റു എന്തെഴുതാം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ എൻ പ്രൈം ഓഫ് എക്സ് പ്രൈം മേളിലല്ല എന്നിനാണ് പ്രൈം വരുന്നത് സൈ എൻ പ്രൈം ഓഫ് എക്സ് ഇൻറ്റു ദിസ് എന്താണ് നമുക്കിവിടെ എക്സ് 0 ആണ്. വെറും പൊസിഷൻ ഓപ്പറേറ്റർ എന്നല്ല, ടി ഈക്വൽ ടു 0യിൽ നമ്മൾ എക്സ് 0 എന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. സോ ദിസ് ഈസ് സി സ്ക്വയറിന് വരെ എക്സ് 0 സ്ക്വയർ വരും. ദെൻ ഇവിടെ സൈ എൻ ഓഫ് എക്സ് ഡി എക്സ് എന്നാവും. നൗ ഇതെന്താണ്? ദിസ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് 0 സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എക്സ്പ്രഷനെ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തെഴുതാം. 1/2m ഇൻറ്റു പി സീറോ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഫസ്റ്റ് ടേമിൽ 2n പ്ലസ് 1 ഇൻറ്റു ഡെൽ എൻ പ്രൈം എൻ മൈനസ് നെക്സ്റ്റ് ടേം ആൽഫ സ്ക്വയർ ഇൻറ്റു ദിസ് എക്സ് 0 സ്ക്വയർ എൻ പ്രൈം എൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 1/2m ഇൻറ്റു പി സീറോ സ്ക്വയർ കിട്ടുന്നത്. ഇനി ഇതേപോലെ ഇവിടെ ഞാൻ ഈ എന്താണ് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു
സോ ജസ്റ്റ് ഒരു മിനിറ്റ്. നമ്മളിവിടെ എഴുതിയപ്പോൾ ഇവിടെ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആണ്. മൈനസിനെ നമ്മൾ അകത്തേക്ക് എടുത്തായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടേം നമ്മളിവിടെ എഴുതുമ്പോൾ ഇവിടെ ഈ മൈനസ് ഇല്ല. ദിസ് ഇസ് എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആണ്. നൗ ഇവിടെ നമുക്ക് ഈ എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് പറയുന്നത് നമുക്ക് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഇൻറ്റു ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ സ്ക്വയർ ഈസ് എം ഒമേഗ ബൈ എച്ച് ബാർ. സോ ദിസ് ഈസ് എച്ച് ബാർ ഒമേഗ ബൈ 2 ആണ്. ഇതേപോലെ എച്ച് ബാർ സ്ക്വയർ ആൽഫ റേസ്റ്റ് 4 ഡിവൈഡഡ് ബൈ 2m, അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആൽഫ റേസ്റ്റ് 4 വരും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ദിസ് ഈസ് എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു എം സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ എച്ച് ബാർ സ്ക്വയർ ആണ്. ദിസ് ഈസ് എം ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ 1/2m ഇൻറ്റു P0 സ്ക്വയർ എന്ന് പറയുന്നത് P0 സ്ക്വയർ ഇവിടെ n പ്രൈം n ഉണ്ട്, n പ്രൈം n ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആദ്യത്തെ ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദിസ് ഇസ് 2n പ്ലസ് 1 ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് പറഞ്ഞാൽ എച്ച് ബാർ ഒമേഗ ബൈ 2 ഉണ്ട്. പിന്നെ ഇവിടെ ഡെൽ n പ്രൈം n ഉണ്ട്. മൈനസ് അടുത്ത ടേം എച്ച് ബാർ സ്ക്വയർ ആൽഫ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 2m ആണ്. അതൊരു എം ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 x0 സ്ക്വയർ n പ്രൈം n എന്ന് കിട്ടും. ഓർ ദിസ് ഈസ് n പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് ക്രോസ് ഒമേഗ ഡെൽ n പ്രൈം n മൈനസ് എം ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x0 സ്ക്വയർ n പ്രൈം n എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ 1/2m ഇൻറ്റു P0 സ്ക്വയർ n പ്രൈം n എന്ന് പറയുന്നത്. നൗ നമ്മുടെ ഇക്വേഷൻ നമ്പർ 14-നകത്ത് ഈ പറഞ്ഞ നമുക്കിപ്പോൾ കിട്ടിയ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ okay, let this be our equation number 15. Okay, now substitute this equation 15 in equation 14. So substitute equation 15 in equation 14. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 14 എന്തായിരുന്നു? ഇക്വേഷൻ 14 എന്ന് പറയുന്നത് നമുക്കറിയാം, ദിസ് ഈസ് 1/2m ഇൻറ്റു എച്ച് ഓഫ് n പ്രൈം n ഈസ് ഈക്വൽ ടു 1/2m ഇൻറ്റു P0 സ്ക്വയർ n പ്രൈം n പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ x0 സ്ക്വയർ n പ്രൈം n എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. നമുക്കിപ്പോൾ ഇക്വേഷൻ 15-ൽ ഈ 1/2m ഇൻറ്റു P0 സ്ക്വയർ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. 1/2m ഇൻറ്റു P0 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അതിന് ഞാൻ ഇതിന് പകരം ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് n പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ ഡെൽ n പ്രൈം n മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു x0 സ്ക്വയർ n പ്രൈം n ആണ്. പ്ലസ് ഇവിടെ എന്തുണ്ട്? ഓൾറെഡി ഒരു ഹാഫ് എം ഒമേഗ സ്ക്വയർ x0 സ്ക്വയർ n പ്രൈം n ഉണ്ട്. സോ ഈ രണ്ട് ടേംസ് ക്യാൻസലായി പോവും. അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ഓഫ് n പ്രൈം n ഈസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു ഡെൽറ്റ n പ്രൈം n എന്ന് വരും. സോ ദിസ് ഇസ് ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. നൗ ഇതിനെ നമുക്ക് എങ്ങനെ മെട്രിക്സ് ആയിട്ട് എഴുതാം? അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എച്ച് ഓഫ് n പ്രൈം n ഈസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ ഡെൽ n പ്രൈം n എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ ഇവിടെ നമുക്കറിയാം, നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്നറിയാം. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. ഇനി ഇതെന്താണ് കിട്ടുക? അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റോ എലമെൻറ്റും അതേപോലെ കോളം എലമെൻറ്റും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എടുക്കുന്നത്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 0,0, അതായത് നമ്മൾ ഈ n പ്രൈമിൻ്റെയും എന്നിൻ്റെയും വാല്യൂസാണ് പറയുന്നത് 0, 0. അതേപോലെ അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് 0, 1, ഇത് 0, 2, ഇത് 0, 3 ഇങ്ങനെയാണ് പോവുക. ഇവിടെ വരുമ്പോൾ ഇത് 1, 0, 1, 1, 1, 2, 1, 3 ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്. ദിസ് ഇസ് 0th റോ ആൻഡ് 0th കോളം. ഇത് 0th റോ ആൻഡ് ഫസ്റ്റ് കോളം.
അതായത് നമ്മൾ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ എന്നാണ് സാധാരണഗതിയിൽ ഇതിനെ പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് 0th റോ ആൻഡ് 0th കോളം. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് 0. നൗ ഇങ്ങോട്ടേക്ക് വരുമ്പം റോ അത് തന്നെയാണ്, റോ 0 തന്നെയാണ്, പക്ഷേ കോളം 1 ആയി, ഇവിടെ കോളം 2 ആയി, ഇവിടെ വരുമ്പോൾ കോളം 3 ആയി, ഇങ്ങനെ പോകും. അടുത്ത് വരുമ്പോഴത്തേക്കും 0th റോ കഴിഞ്ഞ് ഫസ്റ്റ് റോ ആയി. സോ ഫസ്റ്റ് റോയിലെ 0th കോളം, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം. അടുത്ത് വരുമ്പോൾ സെക്കൻഡ് റോയിലെ 0th കോളം, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം, സെക്കൻഡ് റോയിലെ തേർഡ് കോളം. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ എലമെൻറ്റ്സ് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കുക, ഈ എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ എന്താണ് എൻ പ്രൈമിൻ്റെയും എന്നിൻ്റെയും വാല്യൂ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എൻ പ്രൈം എന്ന് പറയുന്നത് റോയെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, എൻ എന്ന് പറയുന്നത് കോളത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ എന്നിൻ്റെയും എൻ പ്രൈമിൻ്റെയും വാല്യൂ, ഇപ്പോൾ ഡെൽ എൻ പ്രൈം എന്നിൻ്റെ അർത്ഥം എന്താണ്? എൻ പ്രൈമും എൻ സെയിം ആവുന്നിടത്ത് മാത്രമേ എലമെൻ്റ് ഉള്ളൂ, ബാക്കി എല്ലായിടത്തും 0 ആണ്. അപ്പോൾ ഈ കേസിൽ ഇവിടെ 0യും 0യും ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ പ്രൈമും എൻ സെയിം ആണ്. ആ സമയത്തുള്ള വാല്യൂ എന്തായിരിക്കും? 0 + ½ × h ക്രോസ് ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ ½ h ക്രോസ് ഒമേഗ വരും. നൗ ബാക്കിയുള്ളിടത്തെല്ലാം 0, 1, 0, 2, 0, 3 ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ എല്ലാം എന്താണ്? എൻ പ്രൈം എൻ ഡിഫറൻ്റ് ആണ്. സോ ബാക്കി എല്ലാ എലമെൻറ്റും ഈ റോയിൽ 0 ആയിരിക്കും. അടുത്ത് ഇവിടേക്ക് വരുമ്പോൾ ഈ എലമെൻറ്റ് 0 ആയിരിക്കും, കാരണം അവിടെ എൻ പ്രൈം 1 ആണ്, എൻ 0 ആണ്. അതേസമയം ഇവിടെ വരുമ്പോഴോ, അവിടെ വരുമ്പോൾ 1, 1 ആണ് എന്ന് വെച്ചാൽ എൻ പ്രൈം എൻ സെയിം ആണ്. അപ്പോൾ അവിടെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ആ വാല്യൂ എത്രയായിരിക്കും? n + ½ h ക്രോസ് ഒമേഗ. സോ 1 + ½. സോ ദിസ് ഈസ് 3/2 h ക്രോസ് ഒമേഗ. ബാക്കി എല്ലാ എലമെൻറ്റ് 0 വരും. അടുത്ത് ഇവിടെ 0, ഇവിടെ 0, ഇവിടെ എന്ത് വരും? ദിസ് വിൽ ബി 5/2 h ക്രോസ് ഒമേഗ. ബാക്കിയൊക്കെ 0 വരും. 0, 0, 0. ദിസ് ഈസ് 7/2 h ക്രോസ് ഒമേഗ. 0, 0, 0. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇപ്പോൾ കിട്ടിയ ഈ ഹാമിൽട്ടോണിയൻ മെട്രിക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ കോമൺ ആയിട്ടൊരു h ക്രോസ് ഒമേഗയെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ മെട്രിക്സ് എന്ന് പറയുന്നത് 1/2, 0, 0, എക്സെട്ര 0, ദിസ് ഈസ് 3/2, 0, എക്സെട്ര 0, 0, 5/2, എക്സെട്ര 0, 0, 0, 7/2, 0. ഓക്കെ, നമുക്കിങ്ങനെ പോകും. ഈ രീതിയിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇപ്പോൾ നമുക്കറിയാം ഈ മെട്രിക്സ് എന്താണ്? ഇതിൻ്റെ ഡയഗണലൈസ്ഡ് മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഹാമിൽട്ടോണിയൻ നമുക്കൊരു ഡയഗണലൈസ്ഡ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. നമുക്കറിയാം മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു മെട്രിക്സ് ഡയഗണലൈസ്ഡ് ആണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണലൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ½ h ക്രോസ് ഒമേഗ, 3/2 h ക്രോസ് ഒമേഗ, 5/2 h ക്രോസ് ഒമേഗ, 7/2 h ക്രോസ് ഒമേഗ. ഇതൊക്കെയാണ്. സോ ദീസ് ആർ ദി എനർജി ഐഗൺ വാല്യൂസ്. These are the energy eigenvalues of a harmonic oscillator. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ഐഗൺ വാല്യൂസ് ഇതൊക്കെയാണ്. സോ ദിസ് ഇസ് അബൌട്ട് ദ ഹാർമോണിക് ഓസിലേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ. അപ്പോൾ ഹൈസൻബർഗ് പിക്ചർ ഉപയോഗിച്ച് ഇങ്ങനെയാണ് ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്യുക. നമുക്ക് ഫൈനലി വേണ്ടത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററെ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ആ സ്ക്വയർ മെട്രിക്സ് ഡയഗണലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ മെട്രിക്സിൻ്റെ എനർജി ഐഗൺ വാല്യൂസ് ആയിരിക്കും, ആ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് ആയിരിക്കും കിട്ടുക. ഇവിടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ എനർജി ഐഗൺ വാല്യൂസ്. സോ വി ആർ ഗെറ്റിംഗ് ദ എനർജി ഐഗൺ വാല്യൂസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഇതിൽ ½ h ക്രോസ് ഒമേഗ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മിനിമം എനർജി, വിച്ച് ഈസ് കോൾഡ് ദി 0 point എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, സോ താങ്ക് യു.